നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും സങ്കീർണവും ശക്തവുമായ കലാരൂപമാണ് സിനിമ. പതിറ്റാണ്ടുകളായി ഇന്ത്യക്ക് സമ്പന്നമായ സിനിമയുടെ പാരമ്പര്യമുണ്ട്. യുവാക്കളിൽ സിനിമയുടെ സ്വാധീനം വളരെ വലുതുമാണ്. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു സാംസ്കാരിക പ്രതിഭാസമായി സിനിമ ഉയർന്നു വന്നിട്ടുണ്ട്. സിനിമ പ്രത്യേകിച്ച് ഒരു ഉപഭൂഖണ്ഡ പശ്ചാത്തലത്തിൽ അത് നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമകൾക്കും സമൂഹങ്ങൾക്കും പരസ്പരാശ്രിത ബന്ധമുണ്ട് എന്നതാണ് വലിയ യാഥാർത്ഥ്യം. സിനിമകൾ തൽക്ഷണം ഫാഷൻ ട്രെൻഡുകൾക്ക് കാരണമാകുന്നു. രസകരമായ ചില സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സംഭവങ്ങളുടെ ശൃംഖല പോലും. രാധയിലെയും തേരാ നാമിലെയും സൽമാൻ ഖാന്റെ ഹെയർ സ്റ്റൈലുകൾ ഉടനടി ഫാഷൻ പ്രസ്താവനകളായി മാറി. കരൺ ജോഹറിന്റെ പ്രണയ ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആഡംബര വിവാഹങ്ങൾ നടന്നത്. ഈ അനുകരണം ചില പരിണത ഫലങ്ങളിലേക്ക് നയിച്ചു. പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതാ കർണാടകയിലും. ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ 2021 പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ഭാഷാ ത്രില്ലർ ചലച്ചിത്രമാണ് കുറുപ്പ്. കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ ജീവിതകഥ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ചാക്കോ എന്നയാളെ കൊല ചെയ്ത് കാറിലിരുത്തി കത്തിച്ച സംഭവമാണ് കുറുപ്പെന്ന മലയാള സിനിമയ്ക്ക് പ്രചോദനമായത്. ഈ സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചാക്കോയെ കൊല ചെയ്തതുപോലെ ഒരു നിരപരാധിയെ കൊലപ്പെടുത്തിയ സംഭവമുണ്ടായി കർണാടകയിൽ. കുറുപ്പ് സിനിമയിലെ കൊലപാതക രീതിയെ അതേപടി അനുകരിക്കുകയായിരുന്നു കൊലയാളികൾ. കർണാടകയിൽ കർക്കാല താലൂക്കിലെ മാല എന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. 2013 മുതൽ 2018 വരെ സർവേയറായി ജോലി നോക്കിയ സദാനന്ദ ഷെഗ്രികൾക്കെതിരെ സർവേയിൽ ക്രമക്കേട് നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ കേസിൽ താൻ ശിക്ഷിക്കപ്പെടുമെന്ന് സദാനന്ദയ്ക്ക് ഉറപ്പായിരുന്നു. ഇതിൽ നിന്ന് ഊരിപ്പോരാൻ എന്ത് വഴിയെന്ന് ആലോചിച്ച് നടക്കുന്നതിനിടയിലാണ് കുറുപ്പ് സിനിമ റിലീസാകുന്നത്. 2021 പുറത്തിറങ്ങിയ മലയാളം സിനിമ കുറുപ്പ് കണ്ടതോടെ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ സദാനന്ദയ്ക്ക് വ്യക്തത വന്നു. ഇയാൾ തന്റെ പെൺസുഹൃത്തായ ശില്പയുമായി കാര്യങ്ങൾ സംസാരിച്ചു. സതീഷ്, നിതിൻ എന്നീ സുഹൃത്തുക്കളെയും കൂടെ ചേർത്തു. ഉയരത്തിലും പ്രായത്തിലും സദാനന്ദയെ പോലെയുള്ള ആളെ കണ്ടെത്തി തീ കൊളുത്തി കൊല്ലുക, അങ്ങനെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുക, കേസ് അങ്ങനെ മായ്ച്ചു കളയുക. ഈ പദ്ധതി നടപ്പാക്കാൻ 4 പേരും തുനിഞ്ഞിറങ്ങി. ശില്പയാണ് സദാനന്ദയെ പോലുള്ള ഒരാളെ കണ്ടെത്തുന്നതിൽ വിജയിച്ചത്. അവർ തന്റെ പരിചയക്കാരനായ ആനന്ദ് ദേവഡിങ്ക എന്നയാൾക്ക് ഏതാണ്ട് സദാനന്ദയുടെ ഉയരവും പ്രായവും ഉണ്ടെന്ന് സംഘത്തെ അറിയിച്ചു. സദാനന്ദയ്ക്ക് കൃത്യം നടക്കുമ്പോൾ 54 വയസ്സാണ്. ആനന്ദയ്ക്ക് അന്ന് 55 വയസ്സും. ആനന്ദയെ വശപ്പെടുത്തി വീട്ടിലെത്തിക്കുന്ന കാര്യം ശില്പ ഏറ്റെടുത്തു. ആനന്ദയെ വീട്ടിലേക്ക് ക്ഷണിച്ച് ശില്പ മദ്യത്തിൽ ഉറക്ക ഗുളിക ചേർത്ത് കുടിക്കാൻ നൽകി. 2022 ജൂലൈ 12 ഇത്. വൈകിട്ട് 7:30 മയങ്ങി വീണ ആനന്ദ് ദേവഡിങ്കയെ 4 പേരും ചേർന്ന് നേരത്തെ തയ്യാറാക്കി നിർത്തിയ ഫോർഡ് ഐക്കൺ കാറിൽ കയറ്റി. ഈ കാർ സദാനന്ദ ഷെറികാറിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി രാത്രി 10:30 സസ്താന ടോൾ ഗേറ്റ് കടന്ന് യാത്ര ചെയ്ത സംഘം ഏതാണ്ട് 11:30 വിജനമായി ബൈന്ദൂരിലെ റോഡിലെത്തി. പുലർച്ചെ 1:30 ആനന്ദ് ദേവഡിങ്കയെ കാറിലിരുത്തി പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. സ്ഥലത്ത് നിന്ന് 2 മണിയോടെയാണ് സംഘം രക്ഷപ്പെട്ടത്. പിറ്റേ ദിവസം തന്നെ പോലീസ് കാറിന്റെ ഷാസി നമ്പർ വെച്ച് ഉടമസ്ഥർ സദാനന്ദയാണെന്ന് കണ്ടെത്തി. CCTV കേന്ദ്രീകരിച്ച് പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണമാണ് സദാനന്ദയ്ക്ക് കഥ അവതരിപ്പിക്കാനുള്ള സാവകാശം പോലും കൊടുക്കാതിരുന്നത്. CCTV ഫൂട്ടേജുകളിൽ ഉടുപ്പിയിൽ നിന്ന് സദാനന്ദയുടെ കാർ ബിന്ദൂർ വഴി പോകുന്നതും ടോൾ ഗേറ്റിൽ നിർത്തുന്നതും അതിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്ന് ടോൾ അടയ്ക്കുന്നതുമെല്ലാം പോലീസ് കണ്ടെത്തി. ഇതോടെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് നടന്നതെന്ന് പോലീസ് മനസ്സിലാക്കി. സദാനന്ദയും ശില്പയും കൃത്യം നടത്തിയതിനു ശേഷം നേരെ വിട്ടത് ബംഗളൂരുവിലേക്കായിരുന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് തിരികെ വരുന്ന വഴിക്ക് പോലീസ് ഇരുവരെയും പിടികൂടി. ചോദ്യം ചെയ്യലിനിടെയാണ് സദാനന്ദ തനിക്ക് ഈ ആശയം ലഭിച്ചത് കുറുപ്പ് സിനിമയിൽ നിന്നാണെന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയത്. കുറ്റക്കാരായ സദാനന്ദ ഷെറികാർ, സതീഷ ദേവഡിങ്ക, നിതിൻ ദേവഡിങ്ക, ശില്പ എന്നിവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു. ഇതിൽ മുഖ്യപ്രതിയായ സദാനന്ദ ഷെറികാർ 2022 ഡിസംബർ മാസത്തിൽ ഹിരിഡയ്ക്കടുത്തുള്ള സബ് ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. സെല്ലിൽ രാവിലെ 5 മണിയോടെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ സദാനന്ദയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സംഭവത്തിന് ശേഷം കടുത്ത വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരുന്നു സദാനന്ദ.